ബി.ജെ.പിയുടെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. രാത്രി 7-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സന്ദർശനം പ്രമാണിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സജിത്താണ് ചേരുന്നത്. സജിത്ത്, പ്രധാനമന്ത്രി വൈകിട്ടെത്തുന്നതോടെ പ്രചരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കേരളം നീങ്ങുമ്പോൾ അതിലൂടെ പ്രചരണ രംഗത്ത് ഇപ്പോൾ നടത്തിയിട്ടുള്ള മുന്നോട്ട് പോക്കിനെ കൂടുതൽ ഫലപ്രദമാക്കാം എന്നതാണോ ബി.ജെ.പി. RSS കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്? അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയിൽ നിന്ന് കൂടുതൽ ശക്തമായ ഒരു നിലപാട്, വിമർശനമൊക്കെ ഇന്ന് പ്രതീക്ഷിക്കാം എന്നാണോ ഇവർ പറയുന്നത്? സർ, തീർച്ചയായും അത്തരമൊരു നീക്കം തന്നെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ബി.ജെ.പി. കേന്ദ്രങ്ങളുടെയും പ്രതീക്ഷയും ആ തരത്തിൽ പ്രധാനമന്ത്രിയുടെ നിർണായക പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പോലും ശബരിമല വിഷയം പ്രധാനമന്ത്രി ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായ കേരളത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് എന്തായിരിക്കും നരേന്ദ്രമോദി ശബരിമല വിഷയത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുക, ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് നിർണായകം. 7:30 ഞാനിപ്പോൾ നിൽക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി നടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ബി.ജെ.പി. പ്രവർത്തകർ ഏറെ ആവേശത്തോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ വരവേൽക്കുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെയായിരിക്കും ഇവിടെ പ്രധാനമായും പങ്കെടുപ്പിക്കുക. പക്ഷേ അതിലുപരി സംസ്ഥാനം ഒട്ടുക്കുള്ള ബി.ജെ.പിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇതോടെ ഒരു പുതിയ ലാസ്റ്റ് മിനിറ്റുള്ള ഒരു വലിയ ഊർജ്ജം കൈവരും എന്ന് തന്നെയാണ് ബി.ജെ.പി. കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും അവസാന നിമിഷം ബി.ജെ.പി. ക്യാമ്പ് വളരെ സജീവമായി തന്നെ സംസ്ഥാനത്ത് പ്രചരണ രംഗത്തുണ്ട്. RSS നേരിട്ട് പ്രചരണ രംഗത്ത് സജീവമായി തന്നെയുള്ള ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട്. അതൊക്കെ തന്നെയുള്ള ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ ഊർജ്ജം വരും. എന്തായാലും അവസാനത്തെ 2-3 ദിവസങ്ങളത്തെ പരസ്യ പ്രചരണ ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപെടുന്നതിന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉതകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിക്കാൻ ബി.ജെ.പി. കേന്ദ്രങ്ങൾ ശ്രമിച്ചിരുന്നു. പക്ഷേ തിരക്ക് മൂലം അത് സാധിച്ചിട്ടില്ല. പകരം ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് പത്തനംതിട്ടയിലെത്തുക. ഈ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. വൈകിട്ട് 7:30 പ്രധാനമന്ത്രി ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുക. സജിത്താണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.